വലിയൊരു എമൗണ്ട് വെച്ചിട്ട് ഒരു സബ് സെൻറ്റർ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അത് ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. എൻ്റെ വാർഡിൽ 22 വീട് പണി ഓൾറെഡി പൂർത്തീകരിക്കപ്പെട്ടു. ഇനി 2-3 ആളുകൾക്ക് മാത്രമാണ് വീടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഹരിതകർമ്മസേനൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കം മുതൽ തന്നെ ഞാൻ കാര്യക്ഷമമായി തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ DGP ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് അവിടെ അദാലത്ത് ഉൾപ്പെടെ നടത്താൻ വേണ്ടി ഞാൻ പറഞ്ഞ 48 കുടുംബങ്ങളുള്ളത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ മേഖലയിലുള്ളത്. എൻ്റെ വാർഡിൽ ഒരാൾ പോലും തൊഴിലുറപ്പ് പണിയില്ലാതെ മുടങ്ങിയിട്ടില്ല. നമ്മുടെ പഴയ പാലം പൊളിച്ചു മാറ്റി അതിൻ്റെ മുകളിലൊരു കെട്ടിടം എല്ലാവർക്കും സൗകര്യപ്രദമായി എത്തിച്ചേരാനും മറ്റെല്ലാം. മുതൽ 25 വരെ 5 വർഷക്കാലം ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൻ്റെ 13ാം വാർഡിനെ മെമ്പറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇക്കാലയളവിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോകാൻ കഴിയും? സാറേ, വികസന പ്രവർത്തനം ആദ്യം തന്നെ കൊറോണയെ സംബന്ധിച്ചാണ് പറയേണ്ടത്. കൊറോണ പീരീഡിൽ നമ്മൾ ഒരുപാട്, കാരണം എല്ലാ വീടുകളിലും ഞാൻ വണ്ടിക്ക് തന്നെ മരുന്ന് കൊണ്ട് കൊടുക്കുകയും പിന്നെ അവർ ആരോഗ്യ പ്രവർത്തകർ കൂടെ എൻ്റെ ആശാ വർക്കറും JPHനും ഉൾപ്പെടെയുള്ള ആളുകളും ഞാനും കൂടി എല്ലാ വീടുകളിലും, എൻ്റെ വാർഡിലെ മുഴുവൻ വീടുകളിലും മരുന്നെത്തിക്കാൻ വേണ്ടി എൻ്റെ വണ്ടി ഉപയോഗിച്ച് തന്നെ, അന്ന് വണ്ടി കിട്ടാൻ പ്രയാസമുണ്ടായിരുന്നു, എൻ്റെ വണ്ടി ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുകയും അവരോടൊപ്പം നിന്ന് ആ സമയത്ത് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സാർ പറഞ്ഞ പോലെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചെയ്യാമായിരുന്നു തോന്നാത്ത രീതിയിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ വാർഡിൽ പിന്നെ 3 റോഡാണ് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ളത്. അപ്പോൾ 3 റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുണ്ടെങ്കിൽ ഇപ്പം 3 റോഡ്, പിന്നെ 7 റോഡാണ് ഇപ്പം നിലവിലുള്ളത്. അതിൽ എടുത്തു പറയേണ്ട റോഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പട്ടികവർഗ നഗറിൽ 2 റോഡുകളുണ്ട്. കോൺക്രീറ്റ് റോഡാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്ന റോഡ്, ആ 2 റോഡും എനിക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വാർഡിൽ 7 റോഡുകൾ നിലവിൽ ഉണ്ട്. ഒരു റോഡും ഒരിക്കലും മോശമല്ല, എല്ലാം നല്ല റോഡ് തന്നെയാണുള്ളത്. ഇപ്പോൾ അതുകൂടാതെ റോഡിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് വീതി കുറഞ്ഞ ഭാഗത്ത് കാർത്തിപുരം പാർവത്തമല റോഡ് എന്ന് പറയുന്ന റോഡ് ലേശം വീതി കുറവുണ്ട്. വണ്ടിക്ക് പോകുമ്പോൾ നല്ല റോഡാണെങ്കിൽ തന്നെ വീതി കുറവുണ്ട്. ആ റോഡിലിപ്പോൾ ഒരു 25 ലക്ഷം രൂപ അതിന് അക്യൂറാകുകയും അതിൻ്റെ പിന്നെ മറ്റേ എസ്റ്റിമേറ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർത്തിപുരം ആലുമൂട് റോഡ് എന്ന് പറയുന്ന റോഡുണ്ട്. കാർത്തിപുരം ആലുമൂട് പാർവത്തമല റോഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു 10 ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായിട്ടുള്ള ആൾക്കൊന്നും എൻ്റെ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റില്ലായിരുന്നു. അത്രയും പ്രയാസം ഉണ്ടായിരുന്നു. വമ്പുകളുണ്ടായിരുന്നു, ഒരു 6 വമ്പുകളുണ്ടായിരുന്നു. അത് 8ഓളം വമ്പുണ്ടായിരുന്നു. അതിൽ 6 വമ്പും പൂർത്തീകരിക്കപ്പെട്ടു. ബാക്കി 2 ഉള്ളത് അടുത്ത് തന്നെ പൂർത്തീകരിക്കപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ആയിട്ടാണുള്ളത്. അപ്പോൾ വികസനം എന്ന് പറയുന്നത് അതെ ഏറ്റവും. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, എൻ്റെ പട്ടികവർഗ നഗറിലാണ് ഞാൻ താമസിക്കുന്നത്. ആ നഗറിൽ ഇതുവരെ ഒരു ചെറിയ മഹിളാ സമാജം പോലുള്ള സ്ഥാപനമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു വലിയൊരു എമൗണ്ട് വെച്ചിട്ട് ഒരു സബ് സെൻറ്റർ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അത് ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വലിയ ടാങ്ക് 500 ലിറ്ററിൻ്റെ ടാങ്ക് എല്ലാ കുടുംബങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതുപോലെ പ്രായമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും കട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കട്ടിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ ആട് വളർത്തുന്നവർക്ക് ആടിനെ കൊടുത്തിട്ടുണ്ട്, പശുവിനെ വളർത്തുന്നവർക്ക് പശുവിനെ കൊടുത്തിട്ടുണ്ട്, കോയിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ മാവുംതട്ട് പട്ടികവർഗ കോളനിയിൽ 35 ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതിക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഈ അടുത്ത നാളിൽ പൂർത്തീകരിക്കപ്പെട്ടു. അവർ എല്ലാ കാര്യങ്ങളും നീക്കി അത് പണി ഉടൻ തന്നെ ചെയ്യും എന്നുള്ള നിലയിൽ എത്തിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിൽ പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ സാറേ, എൻ്റെ വാർഡിൽ 22 വീട് പണി ഓൾറെഡി പൂർത്തീകരിക്കപ്പെട്ടു. അത് മാത്രമല്ല, അംബേദ്കർ സെറ്റിൽമെൻറ്റ് കോളനി എൻ്റെ ആ വാർഡിൽ നമ്മുടെ അവിടെ 48 കുടുംബങ്ങളുണ്ട്. അവിടെ പിന്നെ അംബേദ്കർ സെറ്റിൽമെൻറ്റ് കോളനിയിൽ ഞാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് വന്നാണ് പിന്നെ അവിടെ അംബേദ്കർ സെറ്റിൽമെൻറ്റ് കോളനി ആ സമയത്ത് തന്നെയാണ് ഞാനിവിടെ മെമ്പറാകാൻ വേണ്ടി ആയതും ആ സമയത്ത് തന്നെയാണ് ആയത്. അപ്പോൾ അവിടെ പിന്നെ 16 വീട് മെയിൻ്റനൻസ് ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ചെയ്തു. 3 വീട് പുതിയ വീട് തന്നെ പണിത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പറയുന്നത് ഏകദേശം 10-40 വീടോളം എൻ്റെ വാർഡിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി 2-3 ആളുകൾക്ക് മാത്രമാണ് വീടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. 3 പേർക്കാണ്. അവർ PMAY അവർ ലിസ്റ്റിലുണ്ടായിരുന്നു. അവരെ PMAY ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അത് തീർച്ചയായും ചെയ്തിട്ടുണ്ട്.
കാർഷിക മേഖലയാണ്. അതെ കാർഷിക മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും? സാർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്ക് തെങ്ങ് കൊടുത്തിട്ടുണ്ട്, തെങ്ങും തൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, കേരഗ്രാമം പദ്ധതിയിൽ അവർക്ക് പിന്നെ വളം എല്ലാവർക്കും, അത് ആരെയും തന്നെ ഒഴിവാക്കാതെയാണ് എല്ലാവർക്കും തന്നെ വളം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ആൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ തെങ്ങ് കൊടുത്തിട്ടുണ്ട്, വാഴ കൊടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇങ്ങനെ കൃഷി മേഖലയായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഫലവൃക്ഷ തൈ ആവശ്യപ്പെട്ടവർക്ക് ഫലവൃക്ഷ തൈയും കൊടുത്തിട്ടുണ്ട്. അത് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെ ചെയ്ത്. മൃഗസംരക്ഷണ മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് സാർ, ആടിനെ കൊടുത്തിട്ടുണ്ട്, കിടാരിനെ കൊടുത്തിട്ടുണ്ട്, കറവ പശുക്കളെയും കൊടുത്തിട്ടുണ്ട്. സബ്സിഡി ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് എന്നെ കൊടുത്തതാണ്. അതെ സബ്സിഡി നിരക്കി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കാർബൺ സീറോ, നെറ്റ് സീറോ കാർബണിന്റെ ഒരു പഞ്ചായത്താണ്. അതെ ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ പഞ്ചായത്ത് തലത്തിൽ ചെയ്യാൻ പറ്റും? അതെ അത് വളരെ പ്രധാനം. ഈ പുതിയ പഞ്ചായത്തിലെ വാർഡുകൾ എടുത്ത് നോക്കുമ്പോൾ അത് അഹങ്കാരം പറയല്ലേ എന്ന്, പിന്നെ നമ്മുടെ ഹരിതകർമ്മസേനൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കം മുതൽ തന്നെ ഞാൻ കാര്യക്ഷമമായി തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് മൈനസ് വരുന്നതെന്ന് തോന്നിയ മേഖലയിൽ ഞാൻ കൃത്യമായി തന്നെ നേരിട്ട് തന്നെ ഡയറക്റ്റായിട്ട് തന്നെ പോയിട്ട് ഞാൻ ഇടപെടുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇന്നും 100ൽ 100 നിൽക്കുന്ന ഒരു വാർഡ് എൻ്റെ വാർഡാണ്. അതോടൊപ്പം തന്നെ മഴക്കാലജന്യ രോഗങ്ങൾ വരുന്ന സമയത്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ JPHനും നമ്മുടെ ഹെൽത്തിലെ പിന്നെ ആശാ വർക്കർ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് പിന്നെ കമ്മിറ്റി വിളിക്കുകയും ആ കമ്മിറ്റി പ്രകാരം നമ്മൾ ഓരോ പിന്നെ മേഖലയിലേക്കും ഒരു എന്താ പറയുക ആരോഗ്യ സേനനെ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും സാർ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ഡെങ്കിപ്പനി വരുന്ന സമയത്തും എലിപ്പനി വരുന്ന സമയത്തും ഇവരെ വിന്യസിച്ചതുകൊണ്ട് നമുക്ക് ആ എല്ലാ വർഷവും ഞാനത് ചെയ്തിട്ടുണ്ട്. പിന്നെ 2021 നമ്മളിവിടെ വന്നത്. ആ തുടക്കം മുതൽ ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ടൗണ് മഴക്കാലം ആകുമ്പോഴത്തേന് നമ്മുടെ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാം വളരെ സ്റ്റാണ്, നമ്മളെല്ലാം കൂടെ എപ്പോഴും നിൽക്കുന്ന ആളുകളാണ്. ഈ അടുത്ത നാളിൽ പോലും നമ്മൾ ടൗൺ കംപ്ലീറ്റ് ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ പ്രാവശ്യവും മഴക്കാലത്തിന് മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ പട്ടികവർഗ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ആ മേഖലയിൽ ആരോഗ്യ വകുപ്പിന് പിന്നെ ആയുർവേദം, പിന്നെ ഹോമിയോ ഉൾപ്പെടെ പിന്നെ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് വരുന്ന ആരോഗ്യ ക്യാമ്പും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ ഞാൻ നിരവധി നടത്തിയിട്ടുണ്ട്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ DGP ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് അവിടെ അദാലത്ത് ഉൾപ്പെടെ നടത്താൻ വേണ്ടി ഒരുപാട്, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട് പട്ടികവർഗ മേഖലയിൽ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു സാർ. അത് അപേക്ഷ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം കഴിഞ്ഞ് 3 മാസം മുമ്പ് ഉദ്യോഗസ്ഥന്മാർ ഡെപ്യൂട്ടി തഹസിൽദാർ വന്നു. ഞാൻ തന്നെ നേരിട്ട്, ഞാനും പ്രൊമോട്ടറും കൂടി നേരിട്ട് ഡയറക്റ്റായിട്ടാണ് വീടുകളിൽ കയറി അവർക്ക് കൃത്യമായ രേഖ നമ്മൾ എൻ്റെ വാർഡിനെ സംബന്ധിച്ച മേഖലയിൽ നിന്ന് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നടപടികളായി വരുന്നതേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ള മെമ്പറായി പ്രവർത്തിക്കുമ്പോൾ പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയിട്ട് അവരുടെ സംസ്കാരത്തെയും കലകളെയും എല്ലാം കോർത്തിണക്കി അതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കും? അതിൽ എനിക്ക് തോന്നുന്നു പിന്നെ വിദ്യാഭ്യാസ മേഖല വളരെ പിന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ മേഖല അങ്ങനെയല്ല സാർ. എൻ്റെ മേഖലയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞ 48 കുടുംബങ്ങളുള്ളത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ മേഖലയിലുള്ളത്. അവിടെ ഞാൻ ആദ്യം തന്നെ നമ്മൾ വന്ന ഉടനെ ചെയ്ത ഒരു ലൈബ്രറി, എൻ്റെ വാർഡിൽ 2 ലൈബ്രറി ഉണ്ട്. ഒന്ന് കാത്തിരം കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ അവിടെ തന്നെ 1400-ലേറെ പുസ്തകത്തോടു കൂടിയുള്ള ഒരു ലൈബ്രറി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ ഒരു സാംസ്കാരിക നിലയം നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ അവിടെ ഉണ്ട്. അതിൻ്റെ മേലെ പിന്നെ ഒരു സാംസ്കാരിക നിലയം വെച്ചിട്ട് സ്ഥാപിച്ചു. ആ സാംസ്കാരിക നിലയത്തിൽ ഇപ്പോൾ 1400-ലേറെ പുസ്തകത്തോടു കൂടി അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ST മേഖലയിൽ ഒരു വോളിബോൾ കോർട്ട് ഉൾപ്പെടെ നമ്മുടെ യൂത്ത് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥാലയം അവിടെ ഇതിൻ്റെ പേരിലാണ് കൊണ്ടുവന്നത്. അവിടെ പിന്നെ ഈ അടുത്ത ദിവസം പോലും ഓണാഘോഷ പരിപാടി ഉൾപ്പെടെ വലിയ പരിപാടി നടത്തി അവർക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള നെറ്റും ബോളും ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും പഞ്ചായത്തിൻ്റെ വകുപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് വെച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. കാരണം അവർ മറ്റൊരു മേഖലയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആലോചന കൊണ്ടുവരികയും അവിടെ ഇങ്ങനൊരു സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് വാർഡിൽ നടക്കുന്നുണ്ട്? അത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ വാർഡിൽ 100% ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് പിന്നെ ഈ തൊഴിലുറപ്പ് മേഖലത്തിന് വികസന മേഖല, കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ആളെപ്പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അത് കൃത്യമാണ്. അത് ഒരാളെപ്പോലും ഒഴിവാക്കാതെ അപേക്ഷ തന്നിട്ടുള്ള മുഴുവൻ ആൾക്കും
പിന്നെ തൊഴിലുറപ്പ് പണി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാർഡിൽ ഒരാൾ പോലും തൊഴിലുറപ്പ് പണിയില്ലാതെ മുടങ്ങിയിട്ടില്ല. കാരണം ചെറിയ സാങ്കേതികം കൊണ്ട് നമ്മൾ പിന്നെ സർക്കാരിൻ്റെ നടപടി വരുമ്പോൾ ചില തെങ്ങിന് തടങ്ങ് തുറക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരാതെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ സമയത്തും എൻ്റെ വാർഡിൽ തൊഴിലുറപ്പ് കണ്ടിന്യൂ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിൽ 16 കുടുംബശ്രീയാണ് ഉള്ളത് സാറേ. കുടുംബശ്രീ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പിന്നെ CDS മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ആ വാർഡിൽ നടക്കേണ്ട എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കുടുംബശ്രീയുടെ ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വാർഡിൽ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ എന്താണ് സാധിക്കുക? ഈ അടുത്ത നാളിൽ തന്നെ ക്ലോറിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുടുംബശ്രീൻ്റെ സഹായം തേടിയിട്ടാണ് നമ്മൾ ചെയ്തത്. കാരണം നമുക്ക് 86 കിണറോളം ഞാൻ സർവേ എടുത്തപ്പോൾ എൻ്റെ വാർഡിലുണ്ട്. അതിൽ പിന്നെ പൊതു കിണറുകൾ മാത്രമാണ് ഞാനും JPH ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ട് ക്ലോറിനേഷൻ നേരിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ബാക്കി ഈ കുടുംബശ്രീൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവർ പിന്നെ 16 കുടുംബശ്രീ നല്ല നിലയിൽ പോകുന്നുണ്ട്. ഒരു പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ. ജലസേചന പദ്ധതി എന്ന് പറയുമ്പോൾ സാർ ഇപ്പം നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും ജലജീവൻ മിഷൻ്റെ പണി ഇത് നടക്കുന്നുണ്ട്. എൻ്റെ വാർഡിൽ അതിന് മുന്നേ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളം ഇപ്പോൾ ഓൾറെഡി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ജലജീവൻ മിഷൻ്റെ ഇപ്പം വന്നിട്ടുണ്ട്. എൻ്റെ വാർഡിലാണ് ഈ ജലജീവൻ മിഷൻ്റെ പിന്നെ ടാങ്ക് ഉണ്ടാക്കാനുണ്ട്. 2 സ്ഥലം ഉള്ളത് എൻ്റെ വാർഡിലാണ്. ഇപ്പോൾ മുമ്പേ ഉള്ള വാട്ടർ അതോറിറ്റിൻ്റെ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു ടാങ്ക് വരാൻ വേണ്ടി പോകുന്നത്. അതുകൂടാതെ അവിടുത്തെ ആളുകൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാർഡിൽ കാവുമ്പ്രായി രാജു എന്ന് പറയുന്ന ഒരാളുടെ ഒരു 3 സെൻറ്റ് സ്ഥലം ഓൾറെഡി ഈ പിന്നെ ജലജീവൻ മിഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പൊതുവെ ഈ ഗ്രാമത്തിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. എത്രത്തോളം നിങ്ങളുടെ വാർഡിനെ? ഇല്ല സാറേ, എൻ്റെ വാർഡിൽ ഇതുവരെ വന്യജീവികളുടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അത് ഒരു ശരിയല്ല. കഴിഞ്ഞ ദിവസം എവിടുന്നോ വന്ന് പെട്ടിട്ട് ഒരു പന്നി നമ്മുടെ നാട്ടിൽ വന്ന് പെട്ടിട്ട് ഒരു ആക്രമണം നടന്നിട്ടുള്ളതല്ലാണ്ട് പിന്നെ വേറൊന്നും നമ്മുടെ വാർഡിൽ. വികസനങ്ങളെല്ലാം നോക്കിക്കാണുമ്പോൾ എടുത്തു പറയാവുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സാറേ എനിക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ പിന്നെ ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെയുള്ളതെല്ലാം എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം വ്യത്യസ്തമായി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കാർത്തിക സ്കൂൾ നിൽക്കുന്നത് എൻ്റെ വാർഡിലാണ്. ഇപ്പം നമ്മുടെ കാർത്തിക സ്കൂൾ ഇപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഒരു ടേക്ക് ഓഫ് ബ്രേക്ക് നമ്മുടെ പഴയ പാലം പൊളിച്ചു മാറ്റി അതിൻ്റെ മുകളിലൊരു കെട്ടിടം എല്ലാവർക്കും സൗകര്യപ്രദമായി ഒത്തുചേരാനും മറ്റെല്ലാം പറ്റുന്ന രീതിയിൽ പിന്നെ ഒരു സ്ഥാപനം ഉണ്ടാക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. ആ സ്ഥാപനത്തിൻ്റെ പണി ഫസ്റ്റ് ഘട്ടം പണി പൂർത്തീകരിക്കപ്പെട്ടു കിടക്കുകയാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കുടുംബശ്രീൻ്റെ ആഴ്ച ചന്ത നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാർത്തിക തന്നെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ഭാഗം ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് അവിടെ ഒരു സൗകര്യം ആക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ പഠിച്ചത് കാർത്തിക സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ മുമ്പിൽ വർഷങ്ങളായി നമ്മൾ ആ റോഡിലേക്ക് ആ ആലിൻ്റെ ചോട്ടിലേക്ക് വെള്ളം കെട്ടി നിന്നിട്ട് വണ്ടിക്ക് പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ട് ആ വെള്ളം നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് ചാടിക്കാൻ എനിക്ക് അത് NRGSൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കാർത്തിക സ്കൂൾ കളിസ്ഥലുണ്ടായില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി നമ്മുടെ വാർഡിൽ കിട്ടി. ഒരു 10 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റ് വെച്ചിട്ട് ആ കളിസ്ഥലത്തിൻ്റെ പിന്നെന്താ പറയുക അടിഭാഗം കെട്ടി വൃത്തിയാക്കാനും അത് സാധിച്ചു. അതിൻ്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൈനസ് എന്ന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നടപടിയായി. ഈ മാസം 10-ാം തീയതിയാണ് പണി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാർത്തിക സ്കൂളിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗം ഒരു 90 ലക്ഷം രൂപ ആയിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. അല്ല ഈ മഴക്കെടുതി ഉള്ളതുകൊണ്ട് മഴയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പണി നടക്കാതെ വരുന്നത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് 5 മീറ്റർ ഉള്ളിലേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ അത് ഇടിഞ്ഞ് വീണ് നിലവിലുള്ള കെട്ടിടത്തിന് ഷെയ്ക്കാവുന്നുള്ള പേടി കൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെയും പണി അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ്. പിന്നെ നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ച് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ MCF നല്ല നിലയിൽ പോകും. നമ്മുടെ ആയുർവേദ ആശുപത്രി ഞാൻ ആഴ്ച തോറും ഞാൻ പോകും. നമ്മുടെ ആതുരാലയത്തിൽ എല്ലായിടത്തും ഞാൻ പോകും. കൃത്യമായിട്ട് പോയി ഞാൻ ചോദിക്കും എന്താണ് നമ്മുടെ വിഷയം, എന്താണ് പരിഹരിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കും. അവരൊക്കെ നമ്മൾ നല്ല ടൈമിൽ അങ്ങ് പോവുകയാണ്. വേറെ ഒരു പ്രശ്നവുമില്ല. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഉള്ളതല്ല. ഒരുപാട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിനെ പോലും ഞാൻ ഒഴിവാക്കാതെ. പൊതുവെ ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടുകൾ എത്രത്തോളം 100% സ്വാധീനിച്ചിട്ടുണ്ട്? എനിക്ക് ഒരുപാട് സന്തോഷമാണ് സാറേ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരാൾ പോലും ഇതുവരെ എന്നെ ഒരു മൈനസായിട്ട് എന്നെ കണ്ടിട്ടില്ല. അത് ഈശ്വരൻ്റെ ഭാഗ്യം, അല്ലാതെ ദൈവത്തിന് എൻ്റെ ഒരു കഴിവല്ല. അത് എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഒരിക്കലും കാണുന്നില്ല. ഞാൻ അവർക്ക് കൊടുക്കുന്ന അതാണ്. ഞാൻ കൊടുക്കുന്ന ഒരിക്കലും അവരെ പിന്നെ മോശപ്പെടുത്തിയോ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവർക്ക് ബോധ്യമുണ്ട്, അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എനിക്ക് ചെയ്തു തരുന്ന ഒരുപാട് അതാണ് സാർ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. കാരണം അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവർ സ്നേഹം കിട്ടുന്നുണ്ട്. ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും എന്നെ ഒരുപോലെ കാണുന്നു. അവർ പിന്നെ ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾക്ക് അവർ പോകുന്നില്ല. എല്ലാവരും കൂട്ടായ്മയോടുകൂടി നിന്ന് പ്രവർത്തിക്കുന്നു. അതാണ് ഈ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും. ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ വാർഡിൽ 3 മെമ്പേഴ്സാണുള്ളത്. ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പിന്നെ ചെയ്യാനും അതിന് പ്രചോദനമായി മാറുന്നത്
പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല സഹായം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറെ അങ്ങനെ പറയുന്നത് ശരിയല്ലാത്ത കാര്യമുണ്ട്. ഈ അവസരത്തിൽ പറയണമെന്ന് തോന്നിയുകൊണ്ട് പറയുകയാണ്. 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ നല്ലൊരു സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ച അങ്ങേക്ക് ഏറെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. സന്തോഷം സാറേ.